കഴിഞ്ഞ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് പടമായിരുന്ന കിഷ്കിന്ദ കാണ്ഡം, അതിൻ്റെ ഡയറക്ടറുടെ റൈറ്ററുടെയും അടുത്ത സംരംഭമാണ് ഇക്കോ എന്ന് പറയുന്ന പടം. രഞ്ജിത്ത് അയ്യത്താൻ ഇവരല്ല, റൈറ്റർ മാത്രമേ ഉള്ളൂ. ബാഹുൽ രമേഷ് മാത്രമാണ് കേരള ക്രൈം ഫയൽ സീസൺ 2 റൈറ്റർ പുള്ളിയായിരുന്നു. അപ്പോൾ ദിൻജിത്ത് അയ്യത്താനാണ് ഡയറക്ടറുടെ പേര്. ബാഹുൽ രമേഷാണ് ക്യാമറയും എഴുത്തും റൈറ്റിംഗ് ചെയ്തിരിക്കുന്നത്. വെറൈറ്റി കോംബോ ആണ്. അതെ അതെ, അത് തന്നെ. അങ്ങനെ അധികം കാണാറില്ല അല്ലേ. റൈറ്റർ പ്ലസ് സിനിമോട്ടോഗ്രാഫർ ഒരു ഭയങ്കര സാധാരണ റൈറ്റർ ഡയറക്ടറാണ് കൂടുതലും വരുന്നത്. ഇല്ല റൈറ്ററായിട്ട് തന്നെ നിൽക്കാറാണ്. ഇത് റൈറ്റർ പ്ലസ് സിനിമോട്ടോഗ്രാഫർ ഒരു വളരെ ഡെഡ്ലി കോമ്പിനേഷനാണ്. അത് നമുക്ക് കിഷ്കിന്ദ കാണുമ്പോൾ അറിയാം പുള്ളിയുടെ ആസ് എ റൈറ്റർ ആണെങ്കിലും സിനിമോട്ടോഗ്രാഫർ ആണെങ്കിലും ഭയങ്കര നല്ല വർക്കായിരുന്നത്. സോ നമുക്ക് പുതിയൊരു പടം ഇതിൽ നമ്മുടെ സന്ദീപ് ആണ് നായനായിട്ട് വന്നിരിക്കുന്നത്. പടക്കളം ഫെയിം സന്ദീപാണ് നായനായിട്ട്. കുറച്ചധികം നല്ല പടങ്ങൾ വരുന്നുണ്ട്. അതെ അതെ. സോ നമുക്ക് അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, കണ്ടു നോക്കാം. The Japanese divisions are facing heavy resistance in Malaya. Civilian casualties are rising as the occupation grows. ഈ ഹിലൈനാണ് ജാപ്പനീസ് മലൈ ഇഷ്യൂ. ഫൈനൽ ചാപ്റ്റർ ഓഫ് ദി ആനിമൽ ട്രിലോജി. നിലവിൽ ഈ വീടിന്റെ നല്ല തന്തയ്ക്ക് പറഞ്ഞ വർഷമുള്ളത് നിങ്ങളുടെ ഈ കാട്ടുകുത്തി മാത്രമാണ്. അല്ലെങ്കിൽ മലേഷ്യൻ പട്ടണത്തിന് നമ്മുടെ ഈ നാട്ടിലെ ബ്രീഡ് ചെയ്യാൻ ഇങ്ങനെ കാര്യങ്ങൾ മെനക്കെട്ടൊന്ന് താമസിക്കും. പണ്ട് ജിൻകോർബറ്റ് പോയി പാറപ്പടയിൽ തന്നെ കഥ വായിച്ചു. Daily supply dogs to military and police in India. സർവീസിൽ നിന്ന് കാലം മുഴുവൻ ഞാൻ ആഗ്രഹിച്ചത് വിദേശങ്ങൾ വെട്ടുകയാണ്. കുറേശ്ശെ തീർക്കാൻ 100 പേരുണ്ടെങ്കിൽ 100 വിധ കാരണങ്ങളും. പല സ്ഥലങ്ങളിൽ വീട് മരിച്ചവരുണ്ട്, പുഴയിൽ മുങ്ങിയവരുണ്ട്, വെയിൽ കെട്ടിയവരുണ്ട്, ആക്സിഡൻസ് ഉണ്ട്. പലജാതി ടീമുകളാണ് കറങ്ങിയെടുക്കുന്നത്. കാട്ടുന്നാണെങ്കിൽ കാറ്റ് വിശ്വസിക്കുന്ന കരഞ്ഞാൽ പോലെ അത് കെട്ടുക. ഫ്രം ദ ഇൻഫിനിറ്റ് ക്രോണിക്കൽസ് ഓഫ് കുര്യച്ചൻ. അതാരാണ് കുര്യച്ചൻ? ഇപ്പം ഈ കാണിച്ചാൽ കുര്യച്ചൻ എന്ന് പറയുന്നത് കുര്യച്ചനെ പിടിക്കുന്ന കാര്യമൊക്കെ അവർ പറയുന്നുണ്ട്. അത് ആരാണ് കുര്യച്ചൻ അതിനകത്ത് പറഞ്ഞിട്ടില്ലല്ലേ. ആരാണ് കുര്യച്ചൻ എന്ന് മനസ്സിലായില്ല. പക്ഷേ കുര്യച്ചനെ പിടിക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. കുര്യച്ചനെ കുറിച്ച് ത്രോട്ട് സംസാരിക്കുന്നുണ്ട്. അശോകൻ മറ്റേതിലും നല്ല റോളായിരുന്നു. എനിക്ക് അതിനകത്തും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളന്ന് റിവ്യൂവിൽ പറയണമെന്ന് അറിയില്ല. അപ്പോൾ ഇതിനകത്തും കുറച്ച് നല്ല ത്രൂ ഔട്ട് റോളുണ്ട്. അതെ, അവരുടെ കിഷ്കിന്ദ കാണ്ഡത്തിലെ ഒരു മെയിൻ ക്യാരക്ടറായിരുന്നു പുള്ളി. അത് അദ്ദേഹം ഇതിലുമുണ്ട്. പുള്ളിയുടെ സിനിമാറ്റോഗ്രാഫി സ്റ്റെയർ ഒരുപാട് സ്റ്റെപ്പ് ഉള്ളപ്പോൾ അത് കയറി ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ഷോട്ട് പുള്ളി യൂസ് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ കറങ്ങി അത് അതിനകത്തുണ്ടായിരുന്നു. ഇതിനകത്ത് ഇപ്പം പുള്ളി അവൻ ഓടിക്കയറുന്ന ഷോട്ട് ഏകദേശം അങ്ങനെ. അതായത് വിഷ്വലി ഭയങ്കര രസമുണ്ട് കാണാൻ. അതെ അതെ, ഒരു അടക്കോ ഒതുക്കം ഉണ്ട്. എന്താണ് പടം എന്നൊരു വലിയ ഐഡിയ ഒന്നും തരുന്നില്ല. എന്തോ ഒരു പരിപാടി ഉണ്ട് ഇതിനകത്ത് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ആ സംഭവം ഏതാ ആനിമൽ ട്രിലോജി എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത്, അതായത് ഫൈനൽ ചാപ്റ്റർ ഓഫ് ആനിമൽ ട്രിലോജി എന്ന് പറയുന്നത്. അതായത് എനിക്ക് മനസ്സിലായിരിക്കുന്നത് കിഷ്കിന്ദ കാണ്ഡം, കേരള ക്രൈം ഫയൽ സീസൺ 2 ഇത് രണ്ടിലും ഈ ഒരു ആനിമൽ, അതായത് മറ്റേ കുരങ്ങനും മറ്റേ കേരള ക്രൈം ഫയൽസിലെ പട്ടിയായിരുന്നു. അപ്പോൾ ഇതിലും ഈ പട്ടിയെ പറ്റി പറയുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ പുള്ളി എഴുതിയ കഥകളെല്ലാത്തിലും ഈ മൃഗങ്ങളെ ഒരു എലമെന്റ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. കിഷ്കിന്ദ കാണ്ഡത്തിലും ഫസ്റ്റ് ഹാഫ് ത്രൂ ഔട്ട് ഒരു കുരങ്ങനാണെങ്കിലും ഒരു നമ്മുടെ ശ്രദ്ധയെ വഴിതിരിച്ച് വിടാനൊക്കെ സഹായിച്ചതുപോലെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ ജാപ്പനീസ് മലൈ കോൺഫ്ലിക്റ്റ് ഇല്ലേ, അതിനകത്ത് ആ സമയത്ത് അവിടുന്ന് ഈ കുറേ മലൈ പട്ടികൾ എങ്ങനെ ഇവിടെ ഒന്നൊക്കെ ചോദിക്കത്തില്ലേ. അപ്പം അങ്ങനെ കുറച്ച് ഈ ബാക്ക് സ്റ്റോറീസ് ഉണ്ടല്ലോ, അത് വെച്ച് കുറച്ച് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകാൻ തോന്നുന്നു. പിന്നെ അങ്ങോട്ടില്ല. പിന്നെ കുര്യച്ചൻ്റെ കാര്യമൊക്കെ പറയുന്നത്. അപ്പം എന്താണ് കണക്ഷൻ അല്ല, അതേപോലെ തന്നെ ഇതിനകത്ത് എല്ലാവരും മേളിലോട്ട് നോക്കി എന്തോ സെർച്ച് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണ്. ഭയങ്കര രസം, മീൻസ് കാണാൻ ഭയങ്കര രസമുണ്ട്. നമുക്കൊരു സ്റ്റോറി ലൈൻ അങ്ങനെ പിടികിട്ടുന്നില്ല. അതെ, അത് എനിക്ക് മനസ്സിലായത് പുള്ളി ആക്ച്വലി ത്രില്ലർ പടത്തിൻ്റെ ആളാണ്. ആര്? ബാഹുൽ രമേഷ്. ഫാമിലി ത്രില്ലർ അല്ലേ? ത്രില്ലർ
പുള്ളിക്ക് ആ ത്രില്ലർ എലമെൻ്റ് ആണ്. അപ്പോൾ അതിൽ ഫാമിലിയുടെ അല്ല കഥയാണ്. മറ്റേ ത്രില്ലർ സാധാരണ എപ്പോഴും ഒരാൾ കൊല്ല ചെയ്യപ്പെടുന്നു, അയാളുടെ കൊലയാളി ആ ലൈനില്ലേ? അല്ല അത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള ലൈനിൽ. ഇപ്പോൾ ഇയാൾ അതേ ലൈനിൽ തന്നെയുള്ള സാധനം എഴുതിയാണ് കേരള ക്രൈം ഫിൽ സീസൺ 2. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള ലൈനിൽ വന്നു. ഈ ഒരു ഫാമിലി ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഫാമിലി ഇൻവോൾവ് ആയ ഒരു മർഡർ മിസ്റ്ററി. ഞാൻ പറഞ്ഞത് ആ ഫാമിലിക്ക് ഇപ്പോൾ കിഷൻ്റെ ആ കുടുംബത്തിനകത്ത് തന്നെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും എല്ലാം. അപ്പോൾ ഇതിലും എന്തോ ഒരു മിസ്റ്ററി ഉണ്ട്, ലൈക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവാം, അറിയില്ല. പക്ഷേ അതിൻ്റെ ത്രില്ലർ ആണ് പരിപാടി എന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം പുള്ളി അത് എഴുതാനാണ് ഇൻട്രസ്റ്റ്. പുള്ളിയുടെ റൈറ്റിംഗ് ലൈൻ പുള്ളി പറയുന്നുണ്ട്. പുള്ളി ഇങ്ങനെ പ്രോപ്പർ ഒരു പ്ലോട്ടില്ല. പുള്ളി ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ വെച്ച് തുടങ്ങിയിട്ട് ആ ക്യാരക്ടറിൻ്റെ കൂടെ പോവാം. ആ ക്യാരക്ടർ പോകുന്ന വഴിയിലൊക്കെ പോയിട്ട് പിന്നെ അതിനുവേണ്ടി ഇപ്പോൾ ഒന്ന് റീറൈറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ പോകുമ്പോൾ ഒരു ഇന്ന സംഭവം നടന്നാൽ രസമായിരിക്കും. അത് നടക്കണമെങ്കിൽ അതിന് മുമ്പ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമല്ലോ. തിരിച്ചു വന്ന് വീണ്ടും ചേഞ്ച് ചെയ്ത് അങ്ങനെ എഴുതി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള റൈറ്റിങ്. ഞാനിങ്ങനെ എഴുതാൻ ശ്രമിക്കുമ്പം എനിക്ക് ഈ പറയുന്ന പോലെ കഥ വരത്തില്ല. അടുത്ത് ഇങ്ങനെ ഞാൻ എപ്പോഴും നിൻ്റെ അടുത്ത് ത്രെഡ് പറയുമ്പോഴത്തേക്കേ ഇങ്ങനത്തെ ക്യാരക്ടറെ കിട്ടി ഇത് എന്നെ എവിടെയെങ്കിലും കൊണ്ട് വെക്കണമെന്ന് പറയത്തില്ല. അങ്ങനെ എപ്പോഴും അത് ഭയങ്കര പാടാണ് അങ്ങനത്തെ എഴുത്ത്. അതെ, ഭയങ്കര പാടാണ്. കാര്യം അത് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. നമ്മൾ പ്ലോട്ട് ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ക്യാരക്ടറിനെ പിടിച്ച് പ്ലോട്ടിലിട്ടാൽ മതി. പിന്നെ അത് ബ്രില്യൻ്റ് ആക്കുക എന്നുള്ളത് ആ റൈറ്ററുടെ കഴിവാണ്. ബട്ട് ഇത് ഇങ്ങനെ എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഒരു ക്യാരക്ടറിനോടെ സഞ്ചരിക്കുക, അതാണ് പുള്ളിക്ക് എളുപ്പമെന്ന് തോന്നുന്നു. കാരണം പുള്ളി എപ്പോഴും അങ്ങനെ. പുള്ളിയുടെ ഇപ്പം ഈ സീസൺ 2 മറ്റേ കേരള ക്രൈം ഫിൽ സീസൺ 2 പോലും പുള്ളിക്ക് ഒന്ന് ആലോചിക്കുക. അത് അവർക്ക് ഒരു പ്രോപ്പർ പിച്ച് കൊടുക്കണം അവർക്ക്, ഈ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ ടീമിന്. അപ്പോൾ കഥയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കഥയായിട്ടല്ല പുള്ളിയുടെ കയ്യിൽ. പുള്ളി ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞിട്ട് ഞാൻ ഇതിനൊരു ക്യാരക്ടറുണ്ട്, ആ ക്യാരക്ടറിനെ തുറന്ന് പോയി പിന്നെ ഫുൾ എഴുതിയിട്ട് തരാം, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് പിച്ച് ചെയ്യും എന്നുള്ള ലൈനിൽ. അപ്പം പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഫുൾ എഴുതുമ്പോൾ ഉള്ള പ്രശ്നം അത്രയും സമയം കഴിഞ്ഞിട്ട് അവർക്ക് പിന്നും ഇത്രയും ടൈം വാങ്ങിക്കാനില്ല, ഇവർക്കില്ല. കാരണം അതൊരു കോർപ്പറേറ്റ് പ്രോസസ്സാണല്ലോ. പക്ഷേ പുള്ളി ആക്ച്വലി കുറച്ച് സമയം കൊണ്ട് ഇതിൻ്റെ ഒരു ഫുൾ സ്ക്രിപ്റ്റായിട്ട് എഴുതി കൊടുക്കുക പുള്ളി. അത് എഴുതി കൊടുത്തിട്ട് അത് വായിച്ച് നോക്കിയിട്ടാണ് അതിനെ ഒരു കഥ പോലെ അവരുടെ അടുത്ത് പോയി പറയുന്നു. പിന്നീട് അവരുടെ ഡിസ്കഷനിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചേഞ്ച് പരിപാടിയൊക്കെ വരുന്ന അതൊക്കെ പിന്നീടുള്ള സംഭവം. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ കഥയായിട്ട് പറഞ്ഞു കൊടുക്കില്ല, പുള്ളിക്ക് എഴുതുകയാണ് അറിയത്തുള്ളൂ. ഒരു സംഭവം എഴുതുക, അത് എഴുതിയിട്ട് അത് കഥയായിട്ട് പറയുക നിങ്ങൾ എന്നുള്ള സംഭവം. അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും പറയാറില്ലേ മലയാളത്തിൽ നിന്ന് അധികം ഡയറക്റ്റ് OTT റിലീസസ് ഇല്ല, പ്രത്യേകിച്ച് ഈ വെബ് സീരീസും കാര്യങ്ങളും. അത് എനിക്ക് തോന്നുന്നു ഈ മലയാളത്തിൻ്റെ റൈറ്റിംഗ് പ്രോസസ്സിന് ഈ കോർപ്പറേറ്റ് പ്രോസസ്സായിട്ട് ജെല്ലാനുള്ള ബുദ്ധിമുട്ട്. റൈറ്റിംഗ് പ്രോസസ്സ് മാത്രമല്ല കേട്ടോ, ആ പ്രോസസ്സ് മൊത്തത്തിൽ കുറച്ചധികം സമയം എടുക്കുന്ന പരിപാടിയാണ്. അപ്പം നമുക്ക് അത്രയും ഡിലേ, നമ്മളിവിടെ അത്രയും സമയം എടുത്തൊരു പ്രോജക്റ്റ് ഓടാക്കാൻ നിൽക്കുന്നില്ല ആളും. അതാണ് ഇവർ പറയുന്ന എല്ലാവരുടെയും പ്രശ്നം. കാര്യം ഇവർക്കൊരു പ്രോജക്റ്റ് തുടങ്ങി, ഇപ്പം നമ്മൾ ഇന്ന് പോയി നമ്മളൊരു ഐഡിയ അവരോട് പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇത്ര മാസം സമയം തരും അത് ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അത് ഡെവലപ്പ് ചെയ്യണം നമ്മൾ ചെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അത് വർക്ക് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം വീണ്ടും അടുത്തൊരു ഐഡിയ ആയിട്ടായിരിക്കും പോകേണ്ടി വരുന്നത്. അപ്പോൾ അതിന് വീണ്ടും സമയം പോകും. സോ ഇതൊരു ഭയങ്കര ലോങ് പ്രോസസ്സാണ്. വൺസ് ഏതെങ്കിലും ഒരു പോയിന്റ് ഒരു ഗ്രീൻ ലൈറ്റ് തന്നു കഴിഞ്ഞാൽ പിന്നെ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങണം. അല്ല അതല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കോർപ്പറേറ്റ് പ്രോസസ്സിൽ അവർക്ക് വളരെ സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ടല്ലോ. പക്ഷേ മലയാള ഇൻഡസ്ട്രി പൊതുവെ വർക്ക് ചെയ്യുന്ന അങ്ങനെ, അതായത് ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്ക്രിപ്റ്റ് മാറ്റുന്ന ഒരു തരം ഇൻഡസ്ട്രി. അത് തന്നെ, ഇവർക്ക് ഇംപ്രൈസേഷൻ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഡയലോഗ് തിരുത്തണമെങ്കിൽ നിങ്ങൾ അവർക്ക് എഴുതി കൊടുത്ത് അവരുടെ അപ്രൂവൽ വാങ്ങിച്ചതിന് ശേഷം ഡയലോഗ് തിരുത്താൻ പറ്റും എന്നുള്ള ഒരു വർക്കിംഗ് സ്റ്റൈലിൻ്റെ ഡിഫറൻസ് ആണെന്നാണ് തോന്നുന്നത് ഒരുപാട് വർക്കുകൾ. പക്ഷെ അതിൽ ഭയങ്കര നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് കൃഷ്ണാന്ത്. ഒരു പ്രശ്നമില്ല. പുള്ളി പറയുന്നത് എനിക്ക് സമയമുണ്ട്, ഞാൻ ചെയ്തോളാം, നിങ്ങൾ തിരുത്ത് പറയൂ, ഞാൻ ചെയ്തിക്കൊള്ളാം എന്നുള്ള ലൈനാണ് പുള്ളി അത് വർക്ക് ചെയ്തത്. പുള്ളി അതുകൊണ്ടാണ് പുള്ളിയുടെ പടങ്ങളെല്ലാം തന്നെ ഈ OTT പുള്ളി ഡയറക്റ്റ്ലി പോകണം. സീരീസ് ചെയ്തു, പുള്ളിക്ക് ഇനിയും വേറെ വർക്കുകളുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നത് പുള്ളിക്ക് ആ വർക്ക് പുള്ളിക്ക് നന്നായിട്ട് അത്, കാരണം പുള്ളി പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ പോയി വേറെ പടം ചെയ്യും. ഇപ്പോൾ ഇവരെന്നോട് കുറച്ച് സമയം കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ, സമയം ഒരുപാട് എടുക്കുകയാണെങ്കിൽ പുള്ളി ആ സമയത്ത് പോയി വേറെ പടം ചെയ്യുന്നു. അങ്ങനെയാണ് പുള്ളിയുടെ പരിപാടി. അല്ല ചിലർ പറഞ്ഞിട്ടുള്ളൂ ഈ നമ്മുടെ ഇപ്പോൾ ഫ്രെയിമിനകത്ത് ചില പ്രോഡക്റ്റ് പ്ലേസ്മെൻ്റ് ഒക്കെ വരത്തില്ലേ, എല്ലാം പറയണം. അത് തന്നെ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത് നമുക്കത് ആസ് എ മേക്കർ കുറച്ച് ഫ്രീഡം കുറവുണ്ടല്ലോ. അവർ കോർപ്പറേറ്റ് ലൈനിൽ മാത്രമാണ് നോക്കുന്നത്, ഇതിനകത്ത് ക്രിയേറ്റിവിറ്റി. അതുപോലെ അല്ല, ഈ പറഞ്ഞ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഇന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ പാടില്ല എന്നുള്ള സംഭവം ഉണ്ടാവും. പിന്നെ ഈ ബ്രാൻഡിങ്, അതായത് പടത്തിൽ ഒറിജിനലായിട്ടുള്ള എല്ലാ ബ്രാൻഡ്സിൻ്റെയും സംഭവം അവർ മാറ്റണം. അത് കൂടുതൽ ആൾക്കാർ ചെയ്യുന്നതും പോസ്റ്റിൽ വർക്ക് ചെയ്യാം. പോസ്റ്റിൽ അത് റീവർക്ക് ചെയ്യാണ് കൂടുതലും ചെയ്തേക്കുന്നത്. VFX വേണ്ടാത്ത പടത്തിൽ പോലും അതിൻ്റെ ആവശ്യകത വരും. ഇവരെല്ലാം സീരീസിനകത്തെല്ലാം തന്നെ പോസ്റ്റിൽ പ്രീവർക്ക് ഈ എന്നാ ബ്രാൻഡിങ്ങിൻ്റെ പേര് മാറ്റാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ വണ്ടിയുടെ പേര് പറയുകയാണെങ്കിൽ വണ്ടിയുടെ പേര് മാറ്റണം. നമ്മൾ റിയലായിട്ട് നമുക്കുള്ളൊരു വണ്ടിയാണ് അത്. ഇത് കണ്ടവർക്ക് കേരള ക്രൈം ഫിൽസ് കണ്ടവർക്ക് അറിയാം. ഇയോൺ എന്ന് പറഞ്ഞ വണ്ടിയുടെ അവരാ പടത്തിൽ വേറൊരു പേരാണ് പറയുന്നത്. ഹ്യുണ്ടായി ഇയോണിൻ്റെ പേര് വേറെയാണ് ആ പടത്തിൽ.
അപ്പം നമുക്കത് കാണുമ്പോൾ ഇതേത് വണ്ടി എന്നൊക്കെ തോന്നുമെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാവും ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്, ഇതൊന്നും പാടില്ല. അതുപോലെ ഞാൻ കേട്ടിട്ടുള്ള മറ്റേ നമ്മുടെ കഥയിലൊരു വില്ലനുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ഐഫോൺ ഉപയോഗിച്ചുകൂടാ. അതുകൊണ്ട് ഇപ്പോൾ ഒരു സ്പോയിലറാണ്, മറ്റേ നൈഫ്സ് ഔട്ടില്ലേ, നൈഫ്സ് ഔട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പം ഐഫോൺ ഉപയോഗിക്കാത്ത ആളെ ഐഡൻറ്റിഫൈ ചെയ്താൽ നേരത്തെ വില്ലനാണെന്ന് കണ്ടുപിടിക്കാം. ബാക്കി എല്ലാവരും ഐഫോൺ ഉപയോഗിക്കുന്നത്. അത് അവരുടെ മറ്റേ വിദേശികളുടെ അല്ല, ഞാൻ പറയുന്നത് നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ കഥ വളരെ ഓർഗാനിക്കായിട്ട് പറയുക എന്നതിലുപരി ഇപ്പം ഇനിയിപ്പം അടുപ്പിച്ച് നമുക്ക് കുറച്ച് ആളുകൾ പിച്ച് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് ഡയറക്ടേഴ്സൊക്കെ ഇതിനായിട്ട് ഷിഫ്റ്റ് ആവുമല്ലോ. ആർട്ട് ഡയറക്ടേഴ്സ് ഒരു സാധനം നമ്മുടെ ഡയറക്ടർ ഇത് ഇന്ന സാധനങ്ങൾ വേണമെന്ന് പറയുമ്പോൾ തന്നെ അല്ല സാർ അത് പറ്റത്തില്ല, അങ്ങനെയാണ് അതിപ്പോൾ അത് ചെയ്യാൻ പോകുന്നവർക്ക് എല്ലാവരും തമ്മിൽ ഒരു ധാരണയുണ്ട്. അല്ല അതേ പറഞ്ഞു, അങ്ങനെ ഇൻഡസ്ട്രി ഷിഫ്റ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരു കോർപ്പറേറ്റ് കൾച്ചറിലേക്ക് മലയാളം മാത്രമേ അധികം ഷിഫ്റ്റ് ആവാത്തേ ഉള്ളൂ. അല്ല അത് കൂടുതൽ നടക്കുന്നത് ഈ OTT-യിലാണ്. നമുക്കിപ്പോൾ സിനിമയിൽ അത്രയും പ്രശ്നങ്ങളില്ലേ? ഇല്ല, പക്ഷേ കുറച്ചധികം കോർപ്പറേറ്റ് പ്രൊഡ്യൂസേഴ്സ് ഇവിടെ വന്ന് സിനിമ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്നിക്കാണെങ്കിലും എല്ലാവർക്കും മലയാളത്തിൽ ചെയ്യാൻ വരുന്നുണ്ട്. ഈ ബോളിവുഡിന് പറ്റുന്നത് വലിയ പ്രശ്നമാണ്. അതായത് ഫുള്ളി കോർപ്പറേറ്റ് സ്ട്രക്ചർ ആകുമ്പോൾ പിന്നെ ഈ ഓർഗാനിക് സ്റ്റോറി ടെല്ലിങ് എവിടെ അതെങ്ങനെയാണെന്ന് മറന്നു. അതെ, നമ്മൾ മറ്റേ ഈക്കോടെ ടീസർ റിയാക്ഷനിൽ നിന്ന് ഒരുപാട് മുമ്പോട്ട് പോയി. ഇത് ഇവിടം വരെ ആരും കാണത്തില്ല, അതിന് മുമ്പ് തീരും അത്. സോ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ട്രെയിലർ വരട്ടെ. ഞാനിത് ആദ്യം ട്രെയിലർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കേട്ടോ. പടത്തിൽ ടീസർ ടീസർ സോറി, ഞാൻ ആദ്യം പറഞ്ഞ ട്രെയിലർ വന്നതാണ് കേട്ടോ, ടീസറാണ്. സോ നമുക്കിനി അതിൻ്റെ ശരിക്കുള്ള ട്രെയിലർ വരട്ടെ. അതെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലിയർ പിക്ചർ കിട്ടാം.